അടുത്തത് നാലാമത്തത് എയും ബിയും രണ്ട് നമ്പറും നെഗറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ രണ്ടും നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ നെഗറ്റീവ് നമ്പർ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ആഡ് -0011 -1011. അപ്പോൾ രണ്ടിനും ഡെസിമൽ ഇക്വലൻ്റ് എത്ര വരിക? ഇതിപ്പോൾ 1 +2 വരും. അപ്പോൾ -3 പ്ലസ് ഇതെത്ര വരും? 1 + 2 + 4 ഇല്ല, +8 വരും. 8 + 2 + 1, ഇപ്പോൾ 11 -11. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -14 ആൻസർ കിട്ടണം. ഇത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ. നോർമലായിട്ട് രണ്ട് മൈനസായിട്ട് നെഗറ്റീവ് നമ്പർ മൈനസ് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ ബൈനറി നമ്പർ എഴുതി 1 + 1 എന്ത് വരും? 10 ആണ്. 0 എഴുതി മുകളിലൊരു 1 വന്ന് 1 + 1 + 1 എന്ന് പറഞ്ഞാൽ 11 ആണ്. 1 എഴുതി മുകളിലേക്ക് ഒരു 1 കൂടി പോയി, ഇവിടെ 1 വന്നു, ഇവിടെ 1, സൈന് നെഗറ്റീവ് തന്നെ. അപ്പോൾ ഇത് ശരിക്കും ഏത് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയേ. നമുക്കിതാണ് നോർമൽ ബൈനറി എഡീഷനിൽ കിട്ടുന്നത്. 0 പ്ലസ് പിന്നെ ഇവിടെ 1 2 + 4 + 8. ഇത് ശരിക്കും ഇപ്പോൾ എത്രയാണ് കാണിക്കുന്നത്? 14 = 14. അപ്പോൾ ഇത് ബൈനറി നോർമൽ എഡീഷനിൽ നമുക്ക് ബൈനറി +14 കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം. വൺസ് കോംപ്ലിമെൻറ്റ് അല്ലെ സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട്. അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ നമ്മൾ എന്തായിട്ട് കാണിക്കണം? വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് കാണിക്കണം. നെഗറ്റീവാണ് അതിൻ്റെ സൈൻ ബിറ്റ് 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ത് വരും? 1 1 0 0. അതുപോലെ ഈ നമ്പർ എഴുതുമ്പോൾ ഇതിൻ്റെ സൈൻ ബിറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് 1 കാണിക്കണം. ഇനി അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 0 1 0 0. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 0. 10ന് 0 വരും, ഇവിടെ 1 വരും. 10ന് 0 വരും, ഇവിടെ അഗെയിൻ 1 വരും. ഇത് 3 1 വരുമ്പോൾ 1 1. അപ്പോൾ ഇവിടെ നമുക്ക് എൻഡ് അറൗണ്ട് ക്യാരി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് വന്ന് ഇതിനെ ആഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, പക്ഷേ നേരത്തെ ഇവിടെ എന്ത് പറ്റി? ഈ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്പർ നെഗറ്റീവാണ്. അപ്പോൾ എൻഡ് അറൗണ്ട് ക്യാരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് ആഡ് ചെയ്യുമ്പോൾ 1 0 0 0 1. ഇത് സൈൻ ബിറ്റാണ്. അപ്പോൾ സൈൻ ബിറ്റിനെ ആസച്ച് വെച്ചുകൊണ്ട് ഇതിന് റീകോംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ നമ്പറിനെ റീകോംപ്ലിമെൻറ്റ് ചെയ്യണം. സോ വിൽ ഗെറ്റ് 1 1 1 0. അപ്പോൾ ഇത് സൈൻ ബിറ്റാണ്. സോ -1 1 1 0. 1 1 1 0 തന്നെയാണ് മുൻപും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നോക്കിക്കാൻ നമ്മൾ 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 4 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് ആകാം. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. നെഗറ്റീവ് എന്ന് പറയുന്നത് ഗ്രേറ്റർ നമ്പർ ആകാം. പോസിറ്റീവും നെഗറ്റീവും. ഇവിടെ പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ആകാം, നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ രണ്ട് നമ്പറും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു വൺസ് കോംപ്ലിമെൻറ്റ് കാണേണ്ട ഒരു കാര്യമില്ല. രണ്ട് നമ്പർ ആഡ് ചെയ്യാം. അത് സർക്യൂട്ട് റെപ്രസെൻറ്റേഷനിലും നോർമൽ എഡീഷനിലും ഒക്കെ സെയിം ആണ്. ഇനി രണ്ടാമത്തെ കേസ്, നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് നമ്പറിനെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ ആഡ് ചെയ്യണം. ആ കിട്ടുന്ന റിസൾട്ടിന് വൺസ് കോംപ്ലിമെൻറ്റ് കാണണം. രണ്ടാമത്തെ കേസിൽ പോസിറ്റീവ് ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കണം. ബിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്ത ശേഷം ആഡ് ചെയ്യണം. അതിനുശേഷം വരുന്ന എൻഡ് അറൗണ്ട് ക്യാരി ആഡ് ചെയ്യണം. കോംപ്ലിമെൻറ്റിങ് ചെയ്യേണ്ട. രണ്ടാമത് റിസൾട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. നാലാമത്തെ കേസിൽ രണ്ടും നെഗറ്റീവ് വരുന്ന കേസിൽ എയുടെയും വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കണം, ബിയുടെയും വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കണം. അവിടെ നമ്മൾ സൈൻ ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യണം. അതിനുശേഷം രണ്ടും കൂടി ആഡ് ചെയ്യണം. എൻഡ് അറൗണ്ട് ക്യാരി ആഡ് ചെയ്ത ശേഷം കിട്ടിയ റിസൾട്ടിന് കോംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവ്. രണ്ടാമത്തെ കേസിലും നാലാമത്തെ കേസിലും റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവാണ്. അങ്ങനെ റിസൾട്ട് നെഗറ്റീവായിട്ട് കിട്ടുന്ന കേസിൽ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന റിസൾട്ടിനെ റീകോംപ്ലിമെൻറ്റ് ചെയ്യണം. മൂന്നാമത്തെ കേസിൽ റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ റിസൾട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ 2-3 എക്സാമ്പിൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും.